മഴക്കാലം തുടങ്ങിയപ്പോൾ മുതൽ മനസ്സ് കൊതിക്കുന്നതാണ് ഇടുക്കിയിലേക്കൊരു യാത്ര പോകാൻ. ഈ മഴക്കാലത്തെ ആദ്യത്തെ കോടമഞ്ഞ് ഇടുക്കിയിൽ നിന്ന് തന്നെ വേണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മഴയൊന്ന് ശമിക്കാൻ കാത്തിരുന്ന് അവസാനം അത് സംഭവിച്ചപ്പോൾ ഞാനും വിവേകും കൂടി ഇടുക്കിയിൽ ഒരു റൈഡിനിറങ്ങുകയാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. രാമക്കൽമേട് നിന്ന് യാത്ര പുറപ്പെട്ടു പോയത് ആദ്യം ഉടുമ്പൻചോലയിലേക്കാണ്. നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് കോടമഞ്ഞ് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. അവിടെ നിന്ന് ശാന്തൻപാറ, പൂപ്പാറ ഭാഗത്തുകൂടി യാത്ര ചെയ്ത് ഈ കാണുന്ന ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗത്തെത്തി. ആനയിറങ്കൽ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ഒരു ചായയൊക്കെ കുടിച്ച ശേഷം അവിടെ നിന്ന് സൂര്യനെല്ലിയിലേക്ക് പോയി. സൂര്യനെല്ലിയിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കുറച്ചു നേരം കണ്ട് അവിടെ സമയം ചിലവഴിച്ച ശേഷം വീണ്ടും ഗ്യാപ്പ് റോഡിലേക്ക് തന്നെ ഇറങ്ങി. ഗ്യാപ്പ് റോഡിൽ നല്ല കോടമഞ്ഞായിരുന്നു. അപ്പോൾ ഇടുക്കിയിലെ മൺസൂൺ റൈഡുകളുടെ പ്രത്യേകത ഇതുപോലെ പലതരം കാലാവസ്ഥ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാ, യാത്ര ആരംഭിക്കുകയല്ലേ? കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ സാധിക്കില്ല. അത് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രാമക്കൽമേട്. രാമക്കൽമേടിലെ കാറ്റും വളരെ പ്രശസ്തമാണ്. അത് രാവിലെ എഴുന്നേറ്റ് ആദ്യം പോയത് രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടത്തേക്കാണ്. അവിടെ നിന്ന് കുറച്ചു നേരം ആ കാറ്റൊക്കെ ആസ്വദിച്ച ശേഷമാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ ഇത്തവണത്തെ രാമക്കൽമേട് യാത്രയിൽ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാട്ടോ ഒരു വീഡിയോയിൽ ഞാൻ മഴവില്ല് കാണിച്ചിരുന്നേ. എന്തു ഭംഗിയാന്ന് നോക്കിയേ. രാമക്കൽമേടിലെ കാറ്റാടിപ്പാടത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട ശേഷം നേരെ ഉടുമ്പൻചോല ഭാഗത്തേക്കാണ് യാത്ര ചെയ്തത്. പോകുന്ന വഴി കൈലാസപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊന്ന് കയറി കുറച്ച് കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ കയറിയതാണ്. എന്തായാലും അവിടെ എത്തിയപ്പോൾ നല്ല മഴയും ശക്തമായ കോടമഞ്ഞും. കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. രാമക്കൽമേട് ഉടുമ്പൻചോല ഭാഗത്തൊക്കെ ധാരാളമായി കാണാൻ സാധിക്കുന്നൊരു കൃഷിയാണ് ഈ ഏലം. ഉടുമ്പൻചോലയിൽ നിന്ന് പൂപ്പാറയിലേക്ക് പോകുന്ന വഴി ഇതുപോലെ ഗൂഡൻപാറ എന്നായിരിക്കും. ഗൂഡൻപാറ എന്ന് പറയുന്നൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന്റെ ഭാഗത്തൂടെ നിങ്ങൾ പാസ് ചെയ്യുമ്പം ഈ ഒരു വെള്ളച്ചാട്ടം കാണുവാണെങ്കിൽ നിർത്താൻ മറക്കണ്ട. ഇവിടെ നിന്നുള്ള മലനിരകളുടെ വ്യൂ നല്ല ഭംഗിയാട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലാത്തൊരു മൺസൂൺ റൈഡിന് ഇറങ്ങിയതാണ്. ഇപ്പം പൂപ്പാറ വഴി മൂന്നാറിലേക്ക് പോകാനാണ് പ്ലാൻ. ഉടുമ്പൻചോലയൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞിട്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. പൂപ്പാറ കഴിഞ്ഞാൽ കുറച്ചു ഭാഗത്തു കൂടി നമുക്കിതുപോലെ ഏലക്കാടുകൾ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാട്ടാനയുടെ സാന്നിധ്യം. പോകുന്ന വഴിയിലെല്ലാം വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. രാത്രി ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഒരു വിശാലമായ ലോകത്തേക്കാണ്. ഇവിടെ മുതലങ്ങ് മൂന്നാർ വരെയും മൂന്നാർ കഴിഞ്ഞും ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്ന കാഴ്ചകളാണ് കാണാനുള്ളത്. അവിടെ ഒരു 2 മിനിറ്റേ വണ്ടി നിർത്തിയുള്ളൂ. ആ ഭാഗത്തൊക്കെ ധാരാളം കടകളുണ്ടായിരുന്നത് പൊളിച്ചു മാറ്റിയെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ കുറച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്ത് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടൊരു ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ കടക്കാർ പറഞ്ഞു അത് ആന വന്ന് പൊളിച്ചു കളഞ്ഞാണെന്ന്. ഈ റൂട്ടിൽ നല്ല ഭംഗിയുള്ള കുറേ അധികം ഭാഗങ്ങളുണ്ട്. അതിൽ ഈ റോഡ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കിടക്കുന്നത് ഒരു വലിയ ദൂരത്തേക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ കാണാൻ സാധിക്കും. ഈ റോഡ് മുഴുവൻ ഗ്യാപ്പ് റോഡ് എന്നാണോ അറിയപ്പെടുന്നതെന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. അത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ എന്തായാലും എഴുതാൻ മടിക്കണ്ട. ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലൂടെ പശുക്കൾ മേഞ്ഞു നടക്കുന്നത് നോക്കിയേ.
നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം വെള്ളം കയറും. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഭാഗം കാണാനായിട്ട്. ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ചായക്കടകളുണ്ട്. പല ഭാഗത്തു നിന്നും ചായ കുടിക്കാം. തണുപ്പായതുകൊണ്ട് എന്തായാലും നമ്മൾ കൂടുതൽ ചായ കുടിക്കുമല്ലോ. ഉറപ്പായും ഈ ഒരു ഭാഗത്ത് നിന്ന് ചായ കുടിക്കാൻ മടിക്കണ്ട. കാരണം ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് നേരെ സൂര്യനെല്ലി എന്ന ഗ്രാമത്തിലേക്ക് പോവാം. ഗ്യാപ്പ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ കുറച്ച് ഉൾവഴി കൂടെ ഒക്കെ കയറി സൂര്യനെല്ലി എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ വന്നു. സൂര്യനെല്ലി എന്ന് പറയുന്നത് കുറച്ച് ഫേമസ് ആണ്. കൊളുക്കുമലയുടെ ബേസ് ക്യാമ്പ് ഒക്കെ ആയിട്ട് കരുതുന്ന, അല്ലെങ്കിൽ കൊളുക്കുമല പോകാനുള്ള ആളുകൾ കൂടുതലും വരുന്നൊരു സ്ഥലമാണ് ഈ സൂര്യനെല്ലി എന്ന് പറയുന്നത്. അപ്പം അവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് വില്ലേജ് സീൻസ് ഒക്കെ കണ്ടു. സൂര്യനെല്ലിയിൽ വന്നപ്പം, സൂര്യനെല്ലി എന്ന് പറഞ്ഞാൽ മെയിൻ ഭാഗത്തൊക്കെ ഒരുപാട് കടകളും കുറേ വണ്ടികളും കുറേ റിസോർട്ടുകളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഞാൻ പറഞ്ഞാൽ ഇത് ഈ കൊളുക്കുമല, മീശപ്പുലിമലയൊക്കെ പോകാൻ വരുന്ന ആളുകളൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ട്, ഇപ്പം സൺറൈസ് കാണാനാണല്ലോ കൊളുക്കുമലയിൽ പോകുന്നത്. അപ്പം രാത്രി വന്ന് ഇവിടെ താമസിച്ചിട്ടൊക്കെയാണ് പിറ്റേ ദിവസം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ റിസോർട്ടുകളും ക്യാമ്പ് സൈറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറച്ച് വിഷ്വൽസ് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള കാഴ്ചകൾ സൂര്യനെല്ലിയിലുണ്ട്. അന്ന് നിൽക്കുന്ന സ്പോട്ട് ഏതാണെന്ന് എക്സാക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഒരു മലയുടെ ഏറ്റവും മുകളിൽ വന്നപ്പം ഒരു അമ്പലവും കുറച്ച് ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടു. ആ സ്ഥലത്തെ കുറച്ച് വിഷ്വൽസ് ആണ് ഞാൻ കാണിക്കാം. വിവേക് പണ്ട് ഇവിടെ എന്തോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവനിവിടെ വന്നപ്പോൾ ഈ അമ്പലവും ഈ ഒരു ഏരിയയൊക്കെ നല്ല ഭംഗിയായിരുന്നു. എന്നാൽ ആ ഓർമ്മകളിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. മീൻസ് പണ്ട് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തെടുത്ത് വന്നതാണ്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം. ഹൃദയമാതാ നല്ല ഇருக்கு. ഒരു വെറൈറ്റി പേരല്ലേ അമ്മയുടെ, ഹൃദയമാത. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ പേര്? ഹൃദയമാത. എനിക്കൊന്നു മാതാവിൻ്റെ ഏതെങ്കിലും തമിഴ് റിലേറ്റഡ് പേരായിരിക്കാം. കാറ്റിന്റെ പ്രശ്നം കാരണമായിരിക്കും ഇവിടൊക്കെ എല്ലാ ലയത്തിന്റെയും മുകളിൽ ഇതുപോലെ ചാക്കില് എന്തോ വെയിറ്റ് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടാ. അതിന്റെ തല കാണാനേ. പോയടാ. എന്താ ഫ്രൂട്ട്? പിക്കേസാ? அது தமிழ்ல தானா இல்ல இங்கிலீஷ்ல? இங்கிலீஷ்ல தெரியலையா? பீச் தானே, பீச். அதான் பீச். சாப்பிட முடியல? പഴുത്ത് ഇരിക്കാ പാത്ത് சொல்லு. പഴുക്കില്ലയാ? സൂര്യനെല്ലിയിൽ നിന്നുള്ള റോഡ് വന്ന് ഗ്യാപ്പ് റോഡിൽ ചേരുന്ന ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ദൂരെയായി ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ സൂര്യനെല്ലി ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ആ സൂര്യനെല്ലി ഭാഗത്തൊക്കെ നല്ല വെയിൽ. അല്ല ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കി, കൊടും കോടാന്നൊക്കെ പറയില്ലേ. ഇന്ന് നിപ്പിളിങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സ്പോട്ട് നല്ല ഫേമസ്. ഇപ്പോൾ ചിന്നക്കനാൽ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം. ഈ റോഡ് സൈഡിൽ തന്നെ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഗ്യാപ്പ് റോഡിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന വെള്ളച്ചാട്ടം തന്നെയാണ്. എൻട്രി ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലെങ്കിലും അതുപോലെയുള്ളൊരു സ്ഥലത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ. ധാരാളം ചോളവും ഉപ്പിലിട്ടതും പൈനാപ്പിൾ, തണ്ണിമത്തൻ അതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ KSRTC അടുത്തിടെയായി തുടങ്ങിയ ടൂറിസ്റ്റ് ഡബിൾ ഡെക്കർ ബസ് കണ്ടു. ഈ ബസ്സിൽ ഇതുവരെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇനിയൊരു യാത്രയിലാവാം. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയി ഞങ്ങൾ താഴേക്കൊരു ഡീവിയേഷൻ എടുത്തു. ഒരു കാര്യം പറയാനുള്ളത്, ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല മഴയുള്ളപ്പോൾ, ഇനി അത് പകലാണെങ്കിൽ പോലും നല്ല മഴയുള്ളപ്പോൾ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ സ്ഥിരമായി വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്.
അവിടുന്ന് താഴേക്ക് ബൈസൺ വാലിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. നല്ല റോഡാണ്. ആ റോഡ് വഴി താഴേക്ക് യാത്ര ചെയ്യുകയാണിപ്പോൾ. അവിടെ നിന്ന് താഴെ ബൈസൺ വാലിയുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ ഒരു വ്യൂ കാണാൻ സാധിക്കും. ഈ റോഡും നല്ലതാണെങ്കിലും പാറക്കല്ലുകൾ ഉരുണ്ടു വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആ കാര്യം കൂടി ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഗ്യാപ്പ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് ബൈസൺ വാലിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇതുപോലൊരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. സൂര്യനെല്ലിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു. കാരണം ഇരവികുളം പോകാനൊരു പ്ലാനുണ്ട്. അപ്പം ഇവിടുന്ന് താഴേക്ക് കാണുന്ന വ്യൂ കാണാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മേളിലാണ് ഗ്യാപ്പ് റോഡ്. നോക്കാം ഇവിടുന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ വരുവാണെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ നേരെ മൂന്നാർക്ക് തന്നെ പൊക്കോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെയായിട്ടൊരു നെൽപ്പാടം കോടമഞ്ഞ് മാറിയാൽ കാണാം. അതെ, കാണുന്നില്ല, ഇത് മുട്ടുകാടെന്ന് പറയുന്ന സ്ഥലമാണ്. അതിനപ്പുറത്ത് പൊട്ടുകാട്, ബൈസൺ വാലി, പൊട്ടൻകാട്. അത് കഴിഞ്ഞാൽ ബൈസൺ വാലി, പൊട്ടൻകാട്. ഇടുക്കി ജില്ലയിൽ ഈ മൂന്നാർ തൊട്ടിപ്പുറത്ത് മലയുടെ അപ്പുറത്തായിട്ട് തേയിലത്തോട്ടവും ഒരു മലയുടെ താഴെയായിട്ട് ഇതേ നെൽപ്പാടങ്ങളും കാണാം. സോ ഇത് നല്ല ക്ലിയർ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും അല്ലേ? ഞങ്ങൾക്ക് എന്തായാലും ക്ലിയർ വ്യൂ കിട്ടിയില്ല. ഞങ്ങൾ പോവാം. ബൈ. നല്ല സൂപ്പർ ഒരു കടി കിട്ടി. വീണ്ടും മുന്നോട്ടേക്ക് യാത്ര ചെയ്യുകയാണ്. കാലാവസ്ഥ നല്ലതുപോലെ മാറിയത് കണ്ടില്ലേ? ശക്തമായ കോടമഞ്ഞ് വന്ന് കയറുകയാണ്. ഈ റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല കാലാവസ്ഥകളാണ് ഇന്ന് രാവിലെ മുതൽ കിട്ടിയത്. ചിലയിടത്ത് നല്ല വെയിൽ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, സൂര്യനെല്ലിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ചുമ്മാ അങ്ങോട്ട് പോയാൽ പോരെ? ആ, അത്ര സ്പീഡ് വേണോ? പെട്ടെന്ന് കോട കയറി മൂടുന്നതെന്ന് നോക്കിയ ഈ ഭാഗത്ത്. വന്ന മഞ്ഞ് അതുപോലെ അങ്ങ് പോവുകയും ചെയ്തു. സമയം ഏകദേശം 3:30 ഇരവികുളം 4 മണിക്ക് അടയ്ക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് വേഗം പോവാം. പ്രത്യേകിച്ച് അങ്ങനെ ഐറ്റിനറിയോ പ്ലാനോ ഒന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് മൂന്നാറെത്തി, ഇരവികുളം നാഷണൽ പാർക്കിലെത്തി. വന്നപ്പം നല്ല മഴയും കോടയായിരുന്നു. ഇപ്പം വരയാടിനെ കണ്ടില്ലേ? താഴെ ചോദിച്ചപ്പോൾ പറഞ്ഞ് 4 ദിവസമായിട്ട് വരയാടിനെ കാണാനില്ലെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടു. ഒന്നിനു പകരം മഴയും വെയിലും കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. കാഴ്ചകൾ ഇൻ ദ സെൻസ് കുറേ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്തു എന്നല്ല, പക്ഷെ വരുന്ന വഴി, വെള്ളച്ചാട്ടങ്ങൾ, കോടമഞ്ഞ് അങ്ങനെയൊക്കെ നോക്കുമ്പം നല്ല ഒരു യാത്രയായിരുന്നു. മൺസൂൺ റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു റൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.